ഹായ് അസ്സാമു അലൈക്കും. അപ്പോൾ ഇന്ന് രാവിലത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞിരിക്കണ്. കലാപരിപാടി എന്ന് ഉദ്ദേശിച്ചത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലും അതുപോലെ തന്നെ മക്കളെ സ്കൂൾ പറഞ്ഞയക്കലും ആണല്ലോ രാവിലത്തെ വലിയൊരു ടാസ്ക്. എനിക്കിവിടെ 3 ആൾ സ്കൂൾ പോകാണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊക്കെ ഉണ്ട്. ബെഡ്റൂമിലുള്ള ബെഡ്ഷീറ്റ് ഒന്ന് ചേഞ്ച് ആക്കാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാണ്. പിന്നെ കുഞ്ഞു കുഞ്ഞു ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. വീട് ഇതുപോലെ നല്ല ക്ലീൻ ആക്കിയിട്ട് വെക്കുന്നത് എനിക്ക് നല്ല ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. ഞാൻ ക്ലീനിങ് നല്ല ഇഷ്ടത്തോടെയാണ് ചെയ്യൽ. അത് ഒക്കെ കഴിഞ്ഞിട്ട് കാണുമ്പോൾ നല്ലൊരു പോസിറ്റിവിറ്റിയാണ്. അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ഇനിയിപ്പോൾ ഇന്ന് ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുകയാണ്. ചോറ് റൈസ് കുക്കർക്ക് ഇറക്കി വെച്ചിരിക്കണ്. ഇന്നിപ്പോൾ നോർമലായിട്ടുള്ള മീൻ കറിയും അതുപോലെ ചേന ഉപ്പേരിയും മത്തി പൊരിച്ചതും ഒക്കെയാണ് കേട്ടോ. മീൻകറി പിന്നെ ഞാൻ ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളി അതൊക്കെ നല്ലോണം വഴറ്റിയിട്ട് പൊടികളൊക്കെ ഇട്ടിട്ട് അരച്ച് വെച്ചിട്ടുള്ള ഒരു കറിയാണ് വെക്കുന്നത്. ചേന പിന്നെ ഇതാ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിക്കണ്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും ഉപ്പും വെള്ളം കൂടി ചേർത്തിട്ട് അതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാനെപ്പോഴും ക്ലീനിങ് കഴിഞ്ഞിട്ടാണ് കേട്ടോ ലഞ്ചിൻ്റെ കാര്യങ്ങൾക്ക് നിൽക്കൽ. അകം അടിക്കലും തുടക്കലും വേറെ എന്തെങ്കിലും ക്ലീനിങ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കഴിച്ചിട്ടാണ്, പുറത്തുള്ള പണികളും ഒക്കെ കഴിച്ചിട്ടാണ് കേട്ടോ ലഞ്ചിൻ്റെ കാര്യങ്ങൾക്ക് നിൽക്കൽ. പിന്നെ ലഞ്ച് ഉണ്ടാക്കലൊക്കെ പിന്നെ ഒരു അരമണിക്കൂർ കൊണ്ട് പെട്ടെന്ന് തന്നെ തീരും. തലേന്ന് കുറച്ച് കാര്യങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കുക്കിംഗ് നല്ല ഈസിയാണ്. അപ്പോൾ ക്ലീനിങ് ഒക്കെ കഴിച്ചിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ക്ലീനിങ് ഉണ്ടല്ലോ എന്ന് വിചാരിക്കണ്ടല്ലോ. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ബുദ്ധിമുട്ടുള്ള പണികൾ ആദ്യം തീർത്ത് വെച്ചാൽ പിന്നെ പ്രശ്നമില്ല. പിന്നെ സമാധാനത്തിൽ നിന്നിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ചേനയൊക്കെ നല്ലോണം വെന്തിട്ട് പിന്നെ അത് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുത്തുകയാണ്. പിന്നെ അതിലേക്ക് കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്താൽ നല്ല സിമ്പിളായിട്ട് റെഡിയാക്കിയിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള ചേനപ്പേരിയാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ കറിയൊന്നും വേണ്ടാത്തവർക്ക് ഈ ഒരു ഉപ്പേരി മാത്രം മതി. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. വൈകുന്നേരം പുറത്ത് നല്ല മഴയാണ് കേട്ടോ. ഒരു ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കിച്ചണിൽ വന്നതാണ്. എല്ലായിടത്തേക്കും ഇതുപോലെ മഴയൊക്കെ ഉണ്ടോ എന്നൊന്ന് കമൻ്റായിട്ട് അറിയിക്കൊണ്ടി. മഴ ഒന്ന് മാറിയപ്പോൾ പിന്നെ അങ്ങനെ പുറത്തിറങ്ങിയതാണ് കേട്ടോ. ബോഗൺവില്ലൊക്കെ നന്നായിട്ട് പൂക്കാൻ വേണ്ടിയിട്ട് റെഡിയായി നിന്നിരുന്നു വെയിലാവുമ്പോൾ. ഇനിയിപ്പോൾ മഴയൊക്കെ പെയ്ത കാരണം അതൊന്നും ഉണ്ടാവില്ല. വെയിലാവുമ്പോഴല്ലേ ബോഗൺവില്ലൊക്കെ നല്ലോണം പൂത്ത് നിൽക്കുള്ളൂ. ഇത് പിന്നെ മഗ്‌രിബ് നമസ്കാരവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ കിച്ചണിൽ വന്നതാണ് കേട്ടോ. അപ്പം നാളെ ഉപ്പേരിക്കുള്ളതൊന്ന് കട്ട് ചെയ്ത് വെച്ചിക്കണ്. അതിലേക്കുള്ള തേങ്ങയും ഒന്ന് ആക്കി വെച്ചിക്കണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്താൽ പിറ്റേന്നുള്ള കുക്കിംഗ് നല്ല എളുപ്പത്തിൽ തീരും കേട്ടോ.
ഇനിയിപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കട്ടെ. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണതും കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.